ശ്യാമേട്ടൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. ഈ അമ്മ ശ്യാമേട്ടനെ ഓരോന്നും പറഞ്ഞ് അപമാനിച്ച വിട്ടത്. അമ്മ ശ്യാമിനെ അപമാനിച്ചെന്നോ? എന്താ അമ്മേ കാര്യം? അതും കൂടി അവളോട് തന്നെ ചോദിക്കടാ. ഞാൻ അവനെയാണോ അവൻ എന്നെയാണോ അപമാനിച്ചതെന്ന് അപ്പം മനസ്സിലാവും. അമ്മ പ്രതിഭയെ കൊണ്ട് തല തുടപ്പിക്കുന്ന കണ്ട് ശ്യാമേട്ടൻ എന്തോ പറഞ്ഞു. അതിനമ്മ ശ്യാമേട്ടനോട് അന്തസ്സുള്ള ആണാണെങ്കിൽ ഭാര്യയും കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയി സ്വന്തം നിലയ്ക്ക് ജീവിച്ചു കാണിക്കാൻ പറഞ്ഞു. സത്യേട്ട, പ്രതിഭയുടെ മുന്നിൽ വെച്ച് അമ്മ എങ്ങനെയൊക്കെ പറയാവോ? ആകെ തകർന്ന് തല കുറിച്ച ശ്യാമേട്ടൻ ഇവിടുന്ന് പോയെ. അമ്മ അമ്മയുടെ മക്കളോട് പറയുന്ന പോലെ ശ്യാമിനോട് പറയാമോ അമ്മേ? അവനും സോനയും വാടക വീട്ടിലേക്ക് മാറിക്കൊള്ളാന്ന് പറഞ്ഞപ്പോ നമ്മൾ തന്നെയല്ലേ വിലക്കിയത്. അതേടാ, ഒറ്റയ്ക്കൊരു കുടുംബം നടത്താനുള്ള കഴിവൊന്നും അവനില്ലെന്ന് എനിക്കറിയാം. ഇവളും കുഞ്ഞും വഴിയാതാരായി പോകണ്ടെന്ന് കരുതിയാ ഞാൻ അവനെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ആ എന്നെ അവൻ ഭരിക്കാൻ വന്നാലോ? ഇവളും കൂടി അവൻ ആ സ്വാതന്ത്ര്യം കൊടുത്തത്. കിട്ടേണ്ടത് കിട്ടിയപ്പോ രണ്ടിന്റെ ഉത്തരം മുട്ടി. എടാ, നിങ്ങളുടെയൊക്കെ പ്രായത്തിലെ തീച്ചൂളയായിരുന്നു എന്റെ ജീവിതം. അതെല്ലാം മറികടന്ന് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ ആർക്കും എന്നെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇല്ല. എടാ, ഞാൻ പല ദുഷ്ടത്തരങ്ങളും ചെയ്തു കാണും. പക്ഷെ എന്റെ മക്കൾക്ക് ദോഷം വരുന്നൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എന്നെ ഭരിക്കാൻ ആരും വരികയും വേണ്ട. സോനെ, ഇപ്പോഴത്തെ സാഹചര്യത്തില് പരമാവധി പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് പോകുന്നതാണ് നല്ലത്. നമ്മൾ അമ്മയെ തോൽപ്പിക്കാൻ ശ്രമിക്കും തോറും തോൽക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും.